അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിത് ഈവനിങ് ചായയുടെ കൂടെയും കഴിക്കാം. റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. വറക്കാത്ത റവ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് റവ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഒരുപാട് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കറക്റ്റ് 1 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 കപ്പ് തൈരും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തൈരും റവയും കൂടെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാടങ്ങ് പുളിയുള്ള തൈര് നമ്മൾ ഇതിലേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ തൈരും ചേർത്ത് നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ തന്നെ വെള്ളം കൂടി ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വെക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തക്കാളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ്. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് ലൂസായിട്ട് പോകരുത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കുന്നത് ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് എടുത്താലും മതി. ഏത് പാത്രമാണോ നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലപോലെ ഓയിൽ ഇതുപോലെ ഒന്ന് എല്ലായിടത്തുനിന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ മുകൾ ഭാഗം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ആവിയിൽ വേവിച്ചിട്ടെടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ്. ഇഡലി പാത്രത്തിൽ നമ്മളിതുപോലെ വെള്ളം വെച്ചിട്ട് ഇഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു പാത്രം കറക്റ്റ് ലെവലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരു 15 to 20 മിനിറ്റ് ആണ് കേട്ടോ നമുക്കിതൊന്ന് കുക്കായി കിട്ടാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂടി തുറന്ന് നോക്കാം. ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലൊന്ന് കുത്തി നോക്കുക അകം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അകം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വെളിയിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം. ചൂട് നന്നായിട്ട് പോയി വന്നതിന് ശേഷം മാത്രം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഇതിലേക്ക് നമുക്കൊന്ന് എണ്ണ താളിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. എള്ള് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം.
അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് തന്നെ പോയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ വറവിട്ട് കൊടുക്കാം. അപ്പോൾ റവ കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വട്ടയപ്പമൊക്കെ കഴിക്കത്തില്ല, അതുപോലെ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അത് വെന്ത് വരുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.